ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വർഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മുട്ടക്കുന്ന് പോണ വീഡിയോ. ആ മുട്ടക്കുന്നിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ വീഡിയോയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പട്ടിക്കാട് കറക്റ്റ് ലാലീസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് സ്ഥലം വരിക. അപ്പോൾ നമ്മളിന്ന് ആ മുട്ടക്കുന്നും കയറും. അതിൻ്റെ അപ്പുറത്ത് മാജിക് ഹിൽ എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്, അതും കയറും. കഴിഞ്ഞ വട്ടം നമ്മൾ പോയപ്പോൾ അത് കയറുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മളത് സെറ്റ് ചെയ്യും ബൈസ്. അപ്പോൾ ഒന്ന് അവിടുത്തെ സ്ഥലം ഫുൾ സെറ്റാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ബൈ ഗായ്സ്, ഞങ്ങൾ പോകണത് തയ്യാറായി. മണ്ണത്തേന എന്തൊക്കെ വന്നിട്ട് അടച്ചു വെച്ചു കള്ളനെ പോലെ. അവൻ്റെ ഓർസിയുമായി അല്ല പോകുന്നത്, എൻ്റെ സൂട്ടറായിട്ടാണ് പോണത് ഗൈസ്. അയ്യോ പണ്ടാര അപ്പോൾ എടുത്തു നേരെ ജംഗ്ഷനിൽ ലെഫ്റ്റ്. അത് നമ്മുടെ ബീച്ചിക്ക് പോണ വഴി. അങ്ങൻ്റെ വഴിയാണ് ആ കാറ് തന്നെ വഴിയാണ്. അല്ല അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളവിടെ മഴ പെയ്തു ഗായ്സ്. വണ്ടി നമുക്ക് വെച്ചിട്ട് എത്തിട്ടോ. കാരണം വണ്ടി പാലത്തിൻ്റെ അവിടെ വരയ്ക്കുക. ഇവിടെ നമ്മൾ പുത്തൻ പാലത്തിൻ്റെ അവിടെ വണ്ടി വർക്ക് ചെയ്തിട്ട് നിങ്ങൾ നടക്കും. നമ്മുടെ സ്ഥലം അപ്പുറത്തേക്ക് കണ്ടതാണ്. ഇതാണ് ആ വഴി. ഇവിടെ ഇങ്ങനെ കയറി 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 ഞാൻ ഈ പാലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങും. പിന്നെ ഞാൻ ഒരു സാധനവും മനസ്സിലായോ. ഇനി നമ്മൾ ഇങ്ങനെ നടന്ന് അതിൻ്റെ മണ്ടയ്ക്ക് കയറി പോകും. നല്ല വഴുക്കലൊക്കെയുള്ള സ്ഥലമാണ് കഴിച്ച്. ഓ സെറ്റ് നോക്കി പുല്ല് വഴി നടന്നില്ലെങ്കിൽ നമ്മൾ മുമ്പ് സാധ്യത കൂടുതലാണ് മൂഞ്ചാനും. അപ്പോൾ ഇനി കുറച്ചങ്ങോട്ട് കയറിയിട്ട് കാണാം കായ്സ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ നിലത്തന്നെ ആ കനാലിൽ കണ്ട കനാലിലുണ്ട് ശരിയാ പോ. ഓ കുറച്ച് കയറി പിടിക്കുമ്പോൾ വയ്യാണ്ടായി. നല്ല മഴ എന്താ പറയുന്നുണ്ട്. അതാണ് നമ്മൾ കാരണമല്ലേ നമ്മള് നല്ല മഴത്തത് ഗൈസ്. ടാസ്ക് സീനാണ് എൻ്റെ മുകളിലേക്ക് എത്തല്. ഇനി നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് കാണാം ബൈസ്. കുറച്ച് കഴിഞ്ഞിലേക്ക് കയറിയിട്ട് കാണാം. പകുതി കയറിപ്പോഴേക്കും നമ്മൾ മരിക്കാറായി. കുറച്ച് മണി കയറിയിട്ട് കാണാം. ഓക്കെ
ഡാം പണിയണത് എന്ത് വേറെ ലെവൽ വ്യൂ ഉണ്ടോ. നമ്മൾ മിനിമം നമ്മുടെ പഞ്ചായത്തിലുള്ള സ്ഥലമെങ്കിലും കണ്ടിരിക്കണം. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇതിൻ്റെ മുകളിൽ അധികം കയറാറില്ല. അയ്യാണ്ടായി സൂപ്പർ സ്ഥലമാട്ടാ. ദേ നമ്മൾ ബൈപ്പാസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മല കാണാം. ഇത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തുള്ള മാജിക് ഹില്ലിലേക്ക് പോകണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഏകദേശം എത്രയായി ഗൈസ്? ഇനി ഇത് അത്രയും കൂടെ ഉള്ളു. അത്രയും കൂടി കയറി ഈ മല കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത മല. ഇടിവെട്ട് കൊള്ളാണ്ടിരുന്നാൽ മതി, വേഗം ചെടികളുടെ ഇടയിൽ എത്തിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇടിവെട്ട് കൊള്ളേണ്ടി വരും. സീന ഓക്കെ ഗൈസ്, വീണ്ടും ഗൈസ് മലയാളം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സെറ്റ് ചെയ്യണ്ടേ മണ്ടത്തേവാൻ. വ്യൂ കണ്ട എന്തൊരു വ്യൂ ഒന്ന്. ഇവിടേക്കൊക്കെ വരണം. മിനിമം നമ്മൾ നമ്മുടെ പഞ്ചായത്തുള്ള സ്ഥലങ്ങളിൽ കണ്ടു തീർക്കണം, അല്ലാണ്ട് വെറുതെ കിടന്ന് നടന്നിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പട്ടിക്കാട്ടിലുള്ളൊരു സ്ഥലം. അതും താ കാണാണ്ട് ബൈപ്പാസ്, ഇത്ര അടുത്ത് ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് ഉള്ള സൂപ്പർ സ്ഥലം. എന്തൊരു വ്യൂ നോക്ക്. ഇനി നമ്മൾ പോണത് മല്ല വേണ്ടയ്ക്ക. കഴിഞ്ഞ വട്ടം പോയിട്ട് നമ്മൾ ആ വീഡിയോൻ്റെ പകുതിയിൽ വെച്ച് ഇവിടെ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. ഈ വട്ടം നമ്മൾ അതിൻ്റെ മുകളിൽ കയറും. കുറച്ചധികം ദൂരമുണ്ട്, ഇച്ചിരി ടാസ്കുകൾ പണിയാണ്. ഫോൺ പിടിച്ച് പോകാൻ പറ്റില്ല, അത് ഇങ്ങനെ കട്ടായി വീഡിയോ എടുക്കണം. സോറി ഗൈസ്, മഴയായിരുന്നു. മഴയിലേക്ക് സിമ്പിളായിട്ട് പറ്റി വെച്ചു. സെറ്റ് ശരി ഗൈസ്. ഇനി നമ്മുടെ കാട് വഴി കാട്ടി നടക്കുകയാണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ ലീവായിട്ട് എടുക്കണമായിരുന്നേ. ഇച്ചിരി ടാസ്ക് കണ്ട. ഇവിടെ ഇങ്ങോട്ട് കണ്ടാണ് വഴി. മഴ കാരണം പുല്ലൊക്കെ വന്നിട്ട് വഴി കാണാനില്ല ഇങ്ങോട്ടുള്ളത്. നോട്ടോ ഇച്ചിരി ടാസ്ക്കാണ്. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഞാൻ തോന്നുന്നുണ്ട്. അതന്നെ ഗൈസ് വഴി കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇതിവിടെ അങ്ങനെ വഴി കൊണ്ടുണ്ട്. യെസ് അതന്നെ ഞാൻ തോന്നുന്നുണ്ട്. ഓ മൈ ഗോഡ്, വേറെ ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീല്. വേറെ സ്ഥലത്തെത്തി. യെസ്. ഇത് വേറെ വൈബ് കേട്ടോ. മറ്റിത് വേറെ വൈബ്, ഇത് വേറെ വൈബ്. കണ്ടു ഗൈസ് സ്ഥലങ്ങൾ കണ്ടോ. ഇതൊന്നും അങ്ങനെ ആരും യൂട്യൂബിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു സ്ഥലം. ഞാൻ മലയാളം വിളിക്കാറുണ്ട്. എത്തോ അതിന് മുമ്പ് മരിച്ചു വീണിട്ട്. വെറുതെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കുറച്ചേരൊക്കെ. അപ്പോൾ ശരി കുറച്ചും കൂടി ഉള്ളി കയറിയിട്ട് കാണാം. അതിനുള്ള സ്പേസ് ഫോണിലില്ലേ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ഥലം നല്ലത് കാണിച്ചു തരണമെന്നുണ്ട്. ഫോണിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇത് അടിപൊളി സ്ഥലങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇഷ്ടമായിട്ട് സ്ഥലങ്ങളുണ്ട് അടിപൊളി. അത് മുഴുവൻ കഴിച്ചാൽ തന്നെ നടക്കുന്ന വഴി കാണാനില്ല. കിട്ടി ഗൈസ് കണ്ട, ഇതാണ് വഴി. ഇനി കുറച്ചങ്ങോട്ട് ഉള്ളിൽ കയറിയിട്ട് കാണും ഗൈസ്. ഗൈസ് സ്ഥലം കണ്ട, വേറെ സ്ഥലം കാണിച്ചില്ല കേട്ടോ. എന്നിട്ട് ലൊക്കേഷൻ നോക്കി ഹെവൻലി ഹിൽസ് എന്ന് അങ്ങനെ എന്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര്. വേറെ വൈബ് സ്ഥലം കേട്ടാറണ്ട. പെട്ട വ്യൂ പോയിന്റ്, മരയ്ക്കുള്ള വ്യൂ പോയിന്റ്. ആഹാ പെട്ട സ്ഥലം. വീഡിയോ തെറ്റിപ്പോയിന്റ് ക്ഷമിക്കണം ഗൈസ്. കയ്യിൽ പിടിച്ചിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. വഴിക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയില്ല ഗൈസ്, സീനാണ്.
കുറച്ച് കാട്, അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ. ഓ എന്ത് രസം, സെറ്റ് സ്ഥലമുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൊടുങ്കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മളോട് സൂപ്പർ സ്ഥലം, അടിപൊളി സൂപ്പർ സ്ഥലമായില്ലേ. അവനിഷ്ടപ്പെട്ടു. അധികം ആരും വരാത്ത സ്ഥലമായത് കൊണ്ടാണ് അധികം ആരും ഇവിടെ കാണാത്തത്. അല്ല എന്താ ഇവിടെ വന്യമൃഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്. വന്യമൃഗങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നോക്കാം, നമുക്ക് പോയി നോക്കാം. കുറച്ചും കൂടി നടന്നിട്ടേ അടുത്ത് കാണാം. ഗൈസ്, ഒരുപാട് വഴികൾ, അങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ടൊരു വഴി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴി, അങ്ങനെ കുറേ വഴികളുള്ള കാരണം ഏത് വഴി പോകണം എന്നറിയാതെ സ്ട്രക്കായിരിക്കുകയാണ് ഗൈസ്. ജസ്റ്റ് അവിടെ നിന്ന് കയറിയുള്ളൂ, അപ്പോഴും വഴി കഴിഞ്ഞല്ലേ, വഴികളായി ഒരുപാട്. വഴി കഴിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഇഷ്ടംമാതിരി വഴിയായി. ഏത് വഴി പോകണമെന്നൊരു പിടുത്തില്ല. ഇവിടെ കണ്ട, ഇവിടെ ഇങ്ങനെ ഇവിടെ വഴി കാണാല്ലേ. അപ്പോൾ അപ്പുറത്തെ വഴി തന്നെ പോയി നോക്കട്ടെ. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മെസ്സേജ് ഒന്നും അയക്കാത്ത കാരണം ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നു നൈസായിട്ട്. ഇതിലൂടെ പോയി നോക്കാം. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള വഴി അറിയാമോ? ഫസ്റ്റ് ഇങ്ങനെയൊക്കെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പാമ്പൊക്കെ രാജവമ്പാലൊക്കെ ഉണ്ടാവോ? സ്ഥലമാണ്. വഴി കഴിഞ്ഞു ഗൈസ്, മൂഞ്ചി. ഇതിവിടെ എങ്ങനെയെങ്കിലേക്ക് ഇങ്ങനെ പോയിരുന്നു. പേടിപ്പിച്ചു പണ്ടാറാനായിട്ട് ഇവിടെ മറ്റു സാധനമൊക്കെ ഉണ്ടോ? കാട്ടുപെട്ടിയൊക്കെ ഉണ്ടാവും. ഇതുണ്ട് ഇവിടെ വന്യമൃഗങ്ങളുള്ളതെന്ന് പറഞ്ഞേ. അവൻ്റെ വീട് ഇവിടെ തന്നെ കാരണം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. നമ്മൾ മൂഞ്ചിട്ട് വന്ന് പുലി പിടിച്ചുകൊണ്ടായിട്ട് വായോ നടക്ക. ദേവാന്റെ പുലി എങ്ങനെ വന്നു കഴിഞ്ഞാൽ പുലിനെ ഹെൽമെറ്റ് എടുത്ത് അടിച്ചോളോ. കണ്ടാ, ഇനി ആ മണ്ടയ്ക്ക് ഇങ്ങനെ വഴിയില്ലാത്ത വഴി കൂടെ നടന്ന് കയറണം നമ്മൾ. ഹൈലി ഡേഞ്ചറസ് ട്രക്കിംഗ് ആണ് ഗൈസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ടൻ മയില് പോണ് കണ്ടിട്ട് പേടിച്ചു. ഓന്താന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഓന്ത് ഗ്ലോബാല് ഇവിടെ ഇരിക്കുന്നുണ്ടോ? വലിയ എന്തോ സാധനം എന്ന് വിചാരിച്ചു കണ്ടിട്ട് പേടിച്ചു പോയി ഗൈസ്. പണ്ടാറൊന്നും കാണാനില്ല, കാടാണ്. അത്ര പുല്ലിൻ്റെ ഇട അവിടെ നടക്കണ്ട, ടാസ്കാവും. നമുക്ക് ഇച്ചിരി റിസ്ക് സ്ഥലം. കൊക്കര സൈഡിൽ കൂടെ നടക്കാം. ഇങ്ങനെ ഇതിൽ കൂടെ നടക്കുന്നല്ലേ ആകുമ്പോൾ വലിയ റിസ്ക് ഇല്ല. എന്തെങ്കിലും ജീവികളുണ്ടെങ്കിലും നമുക്ക് കാണാം. വീണാൽ കൊക്കര് വീണ മരിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. ഇതിവിടെ വഴി കാണാണ്ട് ചെറുതായിട്ട് തേങ്ങനെ തിരിച്ചെങ്ങനെ വരികയെന്ന് ഞാൻ ആലോചിക്കുന്നു. സോറി ഗൈസ്, തിരിച്ചെങ്ങനെ വരികയെന്ന് ആലോചിക്കുന്നു. ഉണ്ടാ ഫോൺ പിടിച്ച് വയ്യാണ്ടേ. മൊബൈൽ ഹോട്ടറെങ്കിലും വേണം അറ്റ്ലീസ്റ്റ് കൈ പിടിക്കാനായിട്ട്. ഗിംബൽ തുമ്പലൊക്കെ പിടിക്കുന്ന വെച്ചാൽ കുറേ കാശ് വേണം. അത് നമ്മുടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ പഞ്ചായത്തൊക്കെ കറങ്ങി നടക്കുന്നത് ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് മുകളിലെത്തിയിട്ട് വേണം. ഏതൊരു സ്ഥലത്തി ഇനി കുറച്ചുള്ളത് എത്താറായി ഏകദേശമൊക്കെ. വഴി ഇത് ഇങ്ങനെ കാണാനില്ല. അതുപോലെ നമ്മൾ തന്നെ വഴി ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോയിരുന്നത് ഇത്ര നേരം വരെ. ടാസ്ക് സീനായിരുന്നു. നോക്കാം, ഇനി കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. കണ്ട കാണാൻ പറ്റാത്തൊരു വഴി പോകുന്നുണ്ട്. ആ വഴിയാണോ എന്നറിയില്ല. ഇങ്ങനെ ചെന്ന് വഴി കാണാണ്ടോ? അതാണ് പ്രശ്നം. സീൻ ഹെവൻലി എന്ന് പറയുന്നത് എന്താന്ന് മുകളിൽ എത്തി കഴിഞ്ഞാണ്. കുറച്ചും കൂടി കയറിയിട്ട് കാണാം ഗൈസ്. വഴി കാണാല്ലേ, കണ്ടുപിടിച്ച് പോകണം. ടാസ്ക്കാണ്.
ജുറാസിക് പാർക്ക് അങ്ങനെ വരുമോ ഫസ്റ്റ് അതുപോലത്തെ പുല്ല് മറ്റേ ജുറാസിക് പാർക്കിൽ ഇവരിങ്ങനെ പുല്ലിൻ്റെ ഇടപെട്ട് നടക്കുമ്പോഴാണല്ലോ ഡൈനോസർ വന്ന് പിടിച്ചുകൊണ്ട് പോവുക അതുപോലത്തെ സ്ഥലം കണ്ടോ എത്താറായി കുറച്ചും കൂടി കളഞ്ഞു പുല്ല് കണ്ടോ ഈ ഒരു പുല്ല് കുറഞ്ഞു അമ്മേ എവിടെയോ എത്തി വഴി കഴിഞ്ഞു ഇവിടെ ആരെങ്കിലും വന്ന് മുറുക്കിണ്ടാവും അതെനിക്ക് മുറുക്കാൻ്റെ മണം ഉണ്ടാകാം തിരിച്ചു പോകണ വഴി കണ്ടാ കാണാനില്ല അത്രയും അറ്റത്തിരി വഴി കണ്ട അതാണ് നമ്മുടെ പഴയ മഴ ഹെവൻലി ചിലപ്പോൾ അവിടെ കയറി ഹെവൻലി എന്ന് വിളിക്കണത് അവിടെ കയറി പുലി പിടിച്ചു കൊണ്ടുപോയിരിക്കും അപ്പം നമ്മൾ ഹെവനിലെത്തും ആണ് ഹെവൻലി ഹിൽസ് പേര് വരാൻ കാരണം പണ്ടാരുടെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കയറി പോന്നു ചെറുതായിട്ട് വിശ്രമിച്ചിട്ടാണെങ്കിലും ഹൂസ് എൻ്റെ അമ്മേ ഈ സ്ഥലം എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ അവിടെ എന്തോ പുഴ കാടട്ടത് എൻ്റെ അമ്മ എത്തി അവിടെ കൂടിയുള്ള ഞാൻ അവിടെ എത്തിയിട്ട് കാണാം എൻ്റെ അമ്മ വേറെ ലെവൽ വ്യൂ ഓ കാണും നോക്ക് ഇതൊന്നും ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ വരാണ്ട് സെറ്റ് സ്ഥലം ഇവിടെ നിന്ന് കാണാൻ്റെ ഭംഗി വീഡിയോയിൽ കിട്ടുമെന്ന് അറിയില്ല എവിടേക്കാ വരെ കാണാം മഞ്ഞ് കോടമഞ്ഞ് സെറ്റ് അത് നമ്മുടെ ബൈപ്പാസ് ഇവിടം വരെ കാണാൻ പറ്റിയ ഇതൊന്നും ഇവിടെ വരാണ്ട് വേറെ സ്ഥലത്ത് കയറിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആ കയറാൻ പറ്റുന്ന സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ അയ്യോ ഇതാ കാണുന്ന പറയ മണ്ടയിൽ നിന്നിട്ട് ഇങ്ങനെയുണ്ട് നോക്കാം നമുക്ക് മുനിപ്പാറ എൻ്റെ അമ്മേ ഇവിടെ കുറേ നേരം വിശ്രമിച്ച് നമ്മൾ പോകുന്നതായിരിക്കും ഗൈസ് കുറച്ചും കൂടെ ഉള്ളു അവിടെ എത്തി കഴിഞ്ഞാൽ എന്തോ സ്ഥലത്തി ഞങ്ങളെന്തോരം പാറ കയറി ഒന്നുമില്ല നമുക്ക് അത് കാണുന്നതുണ്ട് അറ്റത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാറയുണ്ട് അതും കയറിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അത്രയും സൂപ്പർ സ്ഥല ആണ് ഗൈസ് നമ്മളധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം വേറെ ലെവൽ സ്ഥലം ഇവിടെയൊക്കെ വരണം ഇത് നോക്കിയതാ അവിടെയൊക്കെ ഇരുന്നിട്ട് ഞാൻ നോക്കുക ആ ബൈപ്പാസ് വേണം കുറേ മലകളും കാര്യങ്ങളും അവിടെ ഇരുന്നിട്ട് ഇത് പണ്ടാർത്തി സോറി ഗൈസ് ഇവിടെ ഇരുന്ന് നോക്കുക ഇങ്ങനെ ഉള്ള വ്യൂ കാണും ഞങ്ങളിരിക്കുന്ന ഈ പറയിലും സമാധാനമാണ് ഗായ്സ് ഈ പറയിലും മതി സെറ്റാ മഴ കാറ്റ് മഴ തിറ്റുപോള വഴി അറിയില്ല അടിപൊളി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഓ ലെവൽ മഴ പെയ്തു നല്ല മഴ പെയ്തു തുടങ്ങി ശരി ഗൈസ് നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു വാവ് ഇത്രയും ഹൈറ്റിൽ തൃശ്ശൂർ ജില്ലയിൽ വേറെ സ്ഥലം കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് അവിടെ എന്തോ കാണാണ്ട് അവിടെ ബൈപ്പാസ് കാണാണ്ട് അവിടേക്ക് ഒന്ന് പോയി നോക്കണേ
സിംഹം, പുലി, കടുവ, പണ്ടാറങ്ങൾ. ഇതൊക്കെ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കാണില്ല എത്ര ഹൈറ്റ് ഉണ്ട് ഈ പുല്ല് പണ്ടാറ്. ടാസ്ക്കാണ് ഗൈസ്, നോക്കി നോക്കാം. ബാക്കി മരിച്ചു എന്ന് ചേച്ചി ഞാൻ. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടാ. കൊട്ടക്കോടേ ഇവിടെ ഫുള്ള്, ഇവിടെയൊക്കെ ഫുള്ള് കോടേ ഉണ്ടാ. അവനൊക്കെ നല്ല കോടയിൽ നിൽക്കുന്നു. അപ്പം ഞാൻ പോലും കട്ട കോടയിലുള്ള നിൽക്കുന്നു. പക്ഷെ മറ്റേ ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും കോടമഞ്ഞുള്ള സ്ഥലമാണ്. മീശപ്പുലി മലയിൽ മഞ്ഞ് വീണ് കണ്ടിട്ടുണ്ടോ? ഹെവൻലി ഹിൽസിൽ മഞ്ഞ് വീണ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. മഞ്ഞ് വീണല്ല, മഞ്ഞ് കോട വരുന്നത്. സോറി ഗൈസ്, നീ എവിടെയൊക്കെ ഉണ്ടോ? അവിടെ നിന്ന് കാണാനില്ല നിങ്ങൾക്ക്. ഇത് കാണുന്നൊക്കെ ഉണ്ടോ? ആ വെള്ള കളറിൽ കാണാൻ മുഴുവൻ കോട ഇട്ടാ. പക്ഷെ അടുത്തുള്ളതൊന്നും അങ്ങനെ കാണാനില്ല. ഞാനൊക്കെ നല്ല കോടയുടെ ഉള്ളിൽ എനിക്ക് കൈ കൊണ്ട് കണ്ണുകൊണ്ട് കാണാണ്ട്, കൈ കൊണ്ടല്ലേ കണ്ണുകൊണ്ട് കാണാണ്ട് എനിക്ക്. പക്ഷെ നോക്കണം ഗൈസ്, അടിയിൽ നല്ല കോടയിൽ കുളിച്ച് സെറ്റായി നിൽക്കണ മണ്ടൻ ദേവന്ത് വൈബ് നോക്ക് നിങ്ങൾ. ഇത് സാധനം. ഓക്കെ ഗായ്സ്, ബൈ. തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും സൂപ്പറായി കോടയും പ്ലേസുകളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തന്ന് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ സ്വർഷ് വ്ളോഗ്സ്. ബൈ.